ദ്വീപിൽ നിന്ന് നോമ്പ് തുറക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ദ്വീപിൽ നോമ്പ് തുറന്ന സ്നാക്സൊക്കെ ഉണ്ടാവും, എന്നാലും മെയിനായിട്ട് ഇളനീരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ കൽപ്പേനിയിൽ 3-ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെഡിക്കൽ ക്യാമ്പ്, ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബറാത്ത് നോമ്പാണ്. ഞാൻ നോമ്പായിരുന്നു, അതുകൊണ്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അസറൊക്കെ നിസ്കാരം കഴിഞ്ഞ് അസറസ്കരിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാനിവിടെ ക്യാമ്പ് ക്ലബിലാണ് കേട്ടോ, കൂമൽ ക്ലബിലാണ് ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ക്യാമ്പ്. ഓഫീസ് ഓഫ് ദ കൂമൽ പ്രദേശ് ചലഞ്ചസ് ക്ലബ്ബ് അവർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് കേട്ടോ. സുജോഖ് ആൻഡ് അക്കുപഞ്ചർ, പിന്നെ ഡോക്ടർ മനോജ്. നോമ്പായതുകൊണ്ട് രാവിലെ ആയിരുന്നു തിരക്കല്ലേ, നോമ്പായത് കൊണ്ടാ. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം പിന്നെ വീട്ടിൽ പണിയുണ്ടല്ലോ. ഇതാണ് നമ്മുടെ സോറി. അപ്പോൾ ഇന്ന് ബറാത്ത് നോമ്പായിരുന്നു. ഞാൻ പിന്നെ അവിടെ ക്യാമ്പ് നടത്തുന്നതിൻ്റെ അവിടെ പോയിട്ട് ഇപ്പോൾ 6:20 6:45 എന്താണെന്ന് 6:45 തോന്നുന്നു ബാങ്ക്. അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നോമ്പ് തുറന്നിട്ട് മുറിച്ചിട്ട് നോമ്പ് തുറക്കാൻ വേറെ വീട്ടിലാണ്. ആ വീട്ടിൽ നോമ്പ് തുറക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉൾപ്പെടുത്തട്ടാ. അപ്പം കൽപ്പനി ദ്വീപിൽ വന്നിട്ട് ഞാൻ നോമ്പെടുത്തു, ബറാത്ത് നോമ്പ്. ഇനി നമ്മളുടെ മെയിൻ റംസാനിലേക്ക് 15 ദിവസമേ ഉള്ളൂ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളെ നോമ്പ് തുടക്കമായി. അപ്പോൾ ഇവിടെ നോമ്പ് മുറിക്കാനായിട്ട് അവരൊക്കെ ക്യാമ്പിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിൽ തുറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട്. ദ്വീപിൽ നിന്ന് നോമ്പ് തുറക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ദ്വീപിൽ നോമ്പ് തുറന്ന സ്നാക്സൊക്കെ ഉണ്ടാവും, എന്നാലും മെയിനായിട്ട് ഇളനീരുണ്ടാവും. ആ ഇളനീര് നമുക്ക് പുറത്തുനിന്നൊക്കെ ഇളനീര് വാങ്ങാൻ കിട്ടും, എന്നാലും ഇവിടുത്തെ ആ ഒരു ഇത് കിട്ടുന്നില്ല, ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ബാങ്ക് വിളിക്കുന്നത് വെയിറ്റ് ചെയ്തോട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് അട പുഴുങ്ങിയതുണ്ട്, അത് മധുരം വെച്ചാണ് കേട്ടോ, മധുരം വെച്ചിട്ടുള്ളതാണ്. പിന്നെ സമൂസ, പിന്നെ ഇതാ ഈത്തപ്പഴമുണ്ട്, പിന്നെ ഇളനീര് അവിടെ വെച്ചിട്ടുണ്ട്. ഇളനീരാണ് നമ്മൾ ലക്ഷദ്വീപിലെ മെയിനാണ്, നോമ്പ് മുറിക്കുന്ന മെയിൻ ഈത്തപ്പഴവും ഈ ഇളനീരുമാണ്. അപ്പോൾ നമ്മൾ ആ ദ്വീപിൽ അതിന് വെള്ളൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ ക്യാമ്പിലായിരുന്നു. ഇപ്പോൾ ഇതാ ബാങ്ക് വിളിച്ചു, മുറിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡിന്നറിന് നമ്മൾ വേറെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളെ ലക്ഷദ്വീപിലെ ഒരു സൽക്കാരമാണത് കേട്ടോ. സൽക്കാരം വിസ്തരിച്ചിട്ട് തന്നെ ഞാൻ എടുക്കാം. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ. അപ്പോൾ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരും എത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് അവരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടേബിൾ നിറയെ പലഹാരമായിട്ട് റൊട്ടി, കെലാഞ്ചി, നമ്മൾ ഈ ദ്വീപ് സ്പെഷ്യലാണ് കേട്ടോ ഈ കെലാഞ്ചി. പിന്നെ ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ, ക്യാബേജ്, മീൻ കറി, പിന്നെ ചിക്കൻ കറി, അങ്ങനെ വിശാലമായിട്ടാണ്. അപ്പോൾ നെയ്ച്ചോറ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു, കാരണം നെയ്ച്ചോറ് വേണ്ട, തേങ്ങാച്ചോറാക്കിക്കോന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തേങ്ങാച്ചോറ് എല്ലാമായിട്ട് ഗ്രാൻഡായിട്ട് തന്നെ അവിടെ ഇതാ ടേബിൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ വീട്. അങ്ങനെ
കുട്ടികൾ അവിടെ ഉണ്ട്, ഹൈസ ഉണ്ട്, പിന്നെ അവർ കിച്ചണിലാണ്. അപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ നിലയിലാണ് ഹന്നാൻ്റെ റൂം. അപ്പോൾ റൂം ഒന്ന് കാണിച്ചാൽ നമ്മളെ നാട്ടിലത്തെ ദ്വീപിലത്തെ പുയ്യാപ്പിള റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം കയറുന്ന സ്ഥലത്ത് തന്നെ ഒരു സിറ്റിംഗ് ഏരിയയിലും ടി വി ഒക്കെ വെച്ചിട്ട് ആ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സുമാരോ ആൾക്കാരും വന്നിട്ട് ഇരിക്കാനുള്ള ഒരു പ്രൈവസി കിട്ടുമല്ലോ. പിന്നെ പോകുന്നതാണ് റൂം. ഇതാണ് റൂം. അടിപൊളി ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി റൂം തന്നെയായിരുന്നു, മാഷാ അല്ലാ. അപ്പോഴത്തേക്ക് ഇതാ അവിടെ ഞാൻ പോകുമ്പോഴത്തേക്ക് അവിടെ അവരെല്ലാം വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ബെഡിലും ഇതാക്കിയിട്ട്. അപ്പോൾ നല്ല ഇൻറ്റീരിയർ തന്നെയായിരുന്നു. പിന്നെ ആ സൈഡിൽ തന്നെ നമുക്ക് ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണല്ലോ, ആ ബാത്റൂമും പിന്നെ ഇതും വാർഡ്രോബും ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സിങ് ഏരിയയിലും ഈ സൈഡിൽ ഡ്രസ്സിങ് ഏരിയയിലും ഉണ്ട്. അപ്പോൾ എല്ലാം മാഷാ അല്ലാ നല്ല രീതിയിൽ തന്നെ റൂമൊക്കെ പൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ലക്ഷദ്വീപിൽ പെണ്ണിന് ഒരുക്കാൻ. കാരണം ചെക്കൻ്റെ വീട്ടിലല്ല പെണ്ണിൻ്റെ ഒരുക്കുന്നത്, പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് പെണ്ണിന് ഒരുക്കുന്നത്. കണ്ണൂർക്കാരുടെ സ്റ്റൈലാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ താഴെ വന്നു, ഫുഡ് കഴിക്കായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടറും ഉണ്ടായിരുന്നു, മനോജ് ഡോക്ടറും ഉണ്ടായിരുന്നു. മനോജ് ഡോക്ടർ ഇങ്ങനെ അതിശയിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് ലക്ഷദ്വീപിൽ വരുന്നതും ഇങ്ങനത്തെ സൽക്കാരങ്ങളും ഇവിടുത്തെ ആ റൂമും പുയ്യാപ്പിളൻ്റെ റൂമും ഒക്കെ അവർക്കൊരു പുതുമയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കെലാഞ്ചിയും ഒക്കെ കഴിച്ചു. നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു സൽക്കാരം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഈ വീഡിയോ ഒരുപാട് ലേറ്റായിപ്പോയി. ഇത് ബറാത്ത് നോമ്പിൻ്റെ 15 നോമ്പിൻ്റെ അന്നത്തേതാണ് കേട്ടോ. പിന്നെ വന്ന് ഇവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ തിരക്കായി ഇവിടെ എത്തി. പിന്നെ നോമ്പിനാകുമ്പോഴത്തേക്ക് പിന്നെ രാത്രി സമയങ്ങളും അധികം, പിന്നെ രാവിലെ ഉറക്കവും ഉച്ചയ്ക്ക് ശേഷം പിന്നെ കിച്ചണിലും പിന്നെ ഇബാദത്തും എല്ലാം ആയിട്ട് അങ്ങനെ വീഡിയോ ആയിട്ട് ഇരിക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നോമ്പിൻ്റെ വീഡിയോ തന്നെ, ഈ ഇഫ്താറിൻ്റെ വീഡിയോ തന്നെ ഷോർട്ടായിട്ട് ഇട്ടിട്ട് ആ ഉള്ള സമയം ഞാൻ കിട്ടുന്ന സമയം കൊണ്ട് ആ ഷോർട്ടായിട്ട് ഇടുന്നത്. അതുകൊണ്ടാണ് ആ കൽപ്പനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഇനി ഇൻഷാ അല്ലാ എനിക്ക് ഈദിന് മുമ്പായിട്ടെങ്കിലും അതൊക്കെ തീർക്കണമെന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടിപൊളി ഒരു ഗ്രാൻഡ് ഡിന്നർ തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾ കാണുന്നില്ല, ടേബിൾ നിരത്തി വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ലക്ഷദ്വീപിലെ ഒരു സൽക്കാരം. അത് പുയ്യാപ്പിള സൽക്കാരമായിക്കോട്ടെ, ഗസ്റ്റിന് നമ്മളെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ വിളിച്ച് നമുക്ക് തരുന്ന ഒരു സൽക്കാരമായിക്കോട്ടെ, എന്തിനും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ആയിരിക്കും സൽക്കാരങ്ങൾ ഉണ്ടാകാനും. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇതൊക്കെ അതിശയമായിരിക്കും. ഇങ്ങനെ ലക്ഷദ്വീപിലെ സൽക്കാരങ്ങളും അവിടുത്തെ ഫുഡും ഒക്കെ വെറൈറ്റി ഒരു വേറെ ടേസ്റ്റാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ കെമാലും മസിനി എത്തിയിരുന്നു. അങ്ങനെ അവർ അലുവ കൊണ്ടുവന്ന്, ലക്ഷദ്വീപ് ഉണ്ട കൊണ്ടുവന്നായിരുന്നു ഡോക്ടർക്ക്. അപ്പോൾ ഡോക്ടർക്കും കൊടുത്തു, കഴിച്ചു, ടേസ്റ്റ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ നേരത്തെ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. അപ്പോൾ ഡോക്ടർ ഫുഡൊക്കെ കഴിച്ച് അവരോട് സംസാരിച്ചിട്ട് പോയി. പിന്നെ ഇതാ ഞങ്ങളും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു, സംസാരിച്ചു. ഹന്ന ആകെ ബിസിയായിരുന്നു, നജീറയും ഹന്നയൊക്കെ നല്ല ബിസിയായിരുന്നു. ഇന്ന് ഫുള്ള് ഒന്നാമത് നോമ്പും പിന്നെ ഈ സൽക്കാരത്തിനുള്ള പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാവങ്ങൾ എന്നാൽ മാഷാ അല്ലാ അടിപൊളിയായിരുന്നു. ഇതാ ഹന്നൻ്റെ ഹസ്ബൻഡ് ഫൗസിൻ്റെ വാപ്പയും പിന്നെ കബീറും കൂടിയിട്ട് ലാസ്റ്റിലിരുന്ന് അവരും കഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.